ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ ഫിക്സിംഗ് മൈ ലൈഫ് സീരീസ് തുടങ്ങിയിട്ട് ഇന്നേക്ക് 27ാമത്തെ ദിവസമാണ്. സോ നമ്മൾ ഇന്ന് ഒരു കംപ്ലീറ്റ് വ്ളോഗായിട്ട് ചെയ്യുവാണ്. കാരണം ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. നമ്മളിപ്പോൾ ജിമ്മിന് പോവുകയാണ്. അതായത് കുറച്ച് ദിവസമായിട്ട് ഞാൻ റെസ്റ്റ് ആയിരുന്നു. ബാക്ക് ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് റെസ്റ്റിലായിരുന്നു. ഇന്ന് മുതൽ നമ്മൾ വീണ്ടും വെയ്റ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ട്രെയിനറായിട്ടുള്ള നമ്മുടെ യാസീൻ ട്രെയിനറായിട്ടുള്ള ജിമ്മിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇക്കബറിൻ്റെ ജിമ്മാണ്. സോ എന്നെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർ കാണുന്നുണ്ടോ? അവരെ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ജിമ്മിലെത്തിയിട്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മൾ ജിമ്മിലെത്തിയിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇന്ന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്യാമറമാൻ അബൂബക്കർ ആൻഡ് ആഷിഖ്. അപ്പോൾ നമുക്ക് ജിമ്മിൽ കയറുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. നമ്മളിന്ന് വന്നിട്ടുള്ള ജിം എന്ന് പറയുന്നത് ലോക്കൽ ലെജൻസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ജിമ്മാണ്. അതായത് അവർക്ക് 3ഓളം ജിമ്മുകളാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള നീറ്റ് ആയിട്ടുള്ള ഒരു ജിം തന്നെയാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പല്ലനയിലുള്ള അവരുടെ ജിമ്മിലേക്കാണ്. പത്തശ്ശേരിയിലും അതുപോലെ തന്നെ തൃക്കുന്നപ്പുഴയിലും അവർക്ക് വേറെ ജിമ്മുകളുണ്ട്. നമ്മളുടെ യാസീൻ ട്രെയിനറായിട്ട് നിൽക്കുന്നത് പല്ലനയിലായതുകൊണ്ട് നമുക്കൊരു വീഡിയോ ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ ജിമ്മിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കമാറിൻ്റെ ജിമ്മാണ്. ഇവിടെ നിന്ന് നമ്മൾ നല്ലപോലെ ആക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വർക്കൗട്ട് തുടങ്ങാം. എനിക്ക് ബാക്കിന് ഇഞ്ചുറി ഉള്ളതുകൊണ്ട് ഓവർ സ്ട്രെയിൻ ഒന്നും എടുക്കാൻ പറ്റില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലും അതിന് പ്രശ്നമാകാത്ത രീതിയിൽ എന്തെങ്കിലും വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ട്രെയിനർ ഇന്ന് അർജുൻ പോർജ എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ യാസീനൊക്കെയാണ്. ഞാൻ നമ്മുടെ യാസീനെ പലരും പല വീഡിയോസിലും ബ്ലോഗ്സിലും കണ്ടിട്ടുണ്ട്. എന്താണ് ഇന്ന് എനിക്ക് ബാക്കിന് പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ എന്ത് വർക്കൗട്ടാ ചെയ്യിപ്പിക്കാൻ പോണം? ബാക്കിന് ഇത് ചെസ്റ്റ് ചെയ്യണം. ലൈറ്റ് വെയിറ്റില് ചെസ്റ്റും ട്രൈസെപ്സും മതി. മതി. അപ്പൊ ഇന്ന് നമ്മളിവിടെ അർമാദിക്കാൻ പോവാണ് അല്ലേ? പലരും നമുക്ക് ഡയറ്റ് പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് തന്നേക്കണം കേട്ടോ. ഒരു സൈക്കിൾ ചെയ്യാം. നല്ല അടിപൊളി കോസ്റ്റ്യൂമിലാണ് ഉറങ്ങി കിടന്നതിനൊക്കെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ഇരുന്ന് കറങ്ങുന്നേ. അതായത് സാമാന്യത്തിന്റെ സൗണ്ട് ഒന്ന് ഉറച്ചു വെക്കാം. പിന്നെ എനിക്ക് ഒരു ദിവസം കൊണ്ട് ഇത് മാറ്റി 6 പാക്ക് ആക്കാൻ പറ്റും. ഇത് ചെത്തിയാലും പോത്തില്ല, ഇത് ചെത്തിക്കളഞ്ഞാലും പോത്തില്ല. എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ? ഒരു ദിവസം കൊണ്ടല്ലേ? അല്ല സിറിഞ്ച് കുത്തി നോക്കാനോ? അത്ര മണിക്കാ വൈകി പുള്ളിക്ക് വൈകിപ്പോ വേറെ ആളുണ്ട്. 6 പാക്കാ? ഇപ്പൊ ഒരു പാക്കായി. ഒരു പാക്ക് എവിടെ ഇവിടെ അവിടെ തന്നെയാണ്. അപ്പൊ അതെ ഇവനെയൊക്കെ പോലുള്ള എടുക്കണം. ഇവനെയൊക്കെ പോലുള്ളവന്മാരുണ്ടല്ലോ. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോഴും കടന്ന് ഉറക്കോ. അവിടുന്ന് പൊക്കി എണീപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും വർക്കൗട്ട് ചെയ്യുന്നില്ല. നീ ഇവിടെ തന്നെ അല്ലേ? ഇവിടെ നാട്ടിൽ തന്നെ ഇല്ലേ? അപ്പൊ മടിയന്മാരെന്ത് പറയാനാ. ഇവനാണെങ്കിൽ ഒരു പ്രാവശ്യം നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് തുടങ്ങിയതല്ലേ? എന്നിട്ട് സമ്പർക്കം ഒരു സാഹചര്യ സമ്പർക്കവും ഇല്ല. പോകണമെന്ന് വിചാരിച്ചാ പോണം. മനസ്സിലായ? എടാ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോണം.
അതത്രേ ഉള്ളൂ, അതത്രേ ഉള്ളൂ. ജിമ്മ് മറ്റേ ഫീൽഡ് പോലെയല്ല ജിം എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യണം. അതെ കൂട്ടമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുത്തം നിർത്തുമ്പോഴത്തേക്കും നിനക്ക് മടി വന്നു. അതെ, ഇവന്റെ ഒരു- കൂടെ ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയത്. പോകാം. അതുകൊണ്ടാണ് ഞാൻ 2018 മുതൽ എല്ലാ വർഷവും ജിമ്മിൽ അഡ്മിഷൻ എടുക്കും. ഇവന്മാരെ ഞങ്ങൾ ഒരുമിച്ച് അഡ്മിഷൻ എടുത്ത കേട്ടോ, അല്ലേ? ഞാന് നീ സഫീർ പക്ഷെ അവനാണെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് സെറ്റായി ഈ പ്രൊഫഷനിലേക്ക് ഇറങ്ങി. ഞാൻ പിന്നെ ഈ സിക്സ് പാക്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. ഇൻഷാല്ലാ നമ്മള് സെറ്റാക്കും, സെറ്റാക്കൂലേ? എന്റെ ട്രെയിനറാണ്, പറഞ്ഞാൽ പോരാ, പേഴ്സണൽ ട്രെയിനറാണ്, പണിയെടുക്കണം. എന്റെ PT ആണ് അവൻ. പക്ഷെ ഇത് പിന്നെ ഞാനാ. പൈസ ഒന്നും കൊടുക്കത്തില്ല. അല്ല, പേഴ്സണൽ ട്രെയിനർ, എന്റെ പേഴ്സണൽ ട്രെയിനർ. അതെ, PT. ഓക്കേ. ഫണ്ടിന്റെ കാര്യം പറഞ്ഞ കേട്ടോ, പേഴ്സണലി ഇരിക്കും. വർക്കൗട്ട് ഫസ്റ്റ് ഫ്ലാറ്റ് ബെഞ്ച് ബാർബൽ പ്രസ് കഴിഞ്ഞാ ഇത് പ്രത്യേകതരം കുന്തളിപ്പ്. Just warm up. Yeah. തോർത്തവിടെ ടർക്കി എന്ത് എന്തോ ഇത് സത്രവാ ജിംനേഷ്യം ജിമ്മ ഇത് മുണ്ടൂരടാ മുണ്ടൂര് കൂടി വരും എന്റെ അത് ഉപയോഗിക്കാൻ പറഞ്ഞാ അറിയോ മറ്റുള്ളവരെ വിയർ പറ്റാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറഞ്ഞത് രാവിലെ ഞാൻ പഴണ്ടാക്കാൻ വന്നേക്കുന്നത് കൈവീശി എവിടെ പോയതാ എവിടെ പോയതാ മത്സ്യം ചൂട്ടെന്ന് പറഞ്ഞ് ജിമ്മിൽ പോക്കാവുക ജിമ്മിലോട്ട് നോക്കട്ടാ ഒന്നുമില്ല ഓർത്തില്ലാത്ത ഒരു പരിപാടിയില്ല അവന്. തുണി വേണം. അസുഖം എന്റെ അത് എനിക്ക് പറ്റിയ അസുഖം അല്ലേ? അതിനകത്ത് മൈക്കിരിപ്പുണ്ടെ. ഇറ്റ്സ് ജസ്റ്റ് വാം അപ്പ്. വെയിറ്റ് കയറും. പോസ്റ്റർ നോക്കിയേ, പോസ്റ്റർ അതല്ലേ പിടിച്ച മോനെ Last. Okay, apa putih kan? ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് കുറച്ച് തള്ളി ഇരിക്കണോ അതോ ടച്ച് ചെയ്തിരിക്കണോ? വെള്ളം കുടിക്കല്ലേ? 6, 7, 8, 9. മറ്റേ മതിയോ?
ജസ്റ്റ് മാത്രം ചെയ്താൽ മതി. പൈസ ചെയ്യുന്നില്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് ഫിനിഷ് ചെയ്ത് ഫിനിഷ് ആയിട്ടില്ല. ഞങ്ങൾ വീണ്ടും ട്രൈസ് കൂടി ചെയ്യാൻ പോവാണ്. പൊടി കൊടുത്തിട്ടുണ്ട്. വിത്തിൻ 10 minutes ഭയങ്കര വീഴുന്നതായിരിക്കും. ഇളകിയിട്ടുണ്ട്. തലക്ക് പിടിച്ചു വരുന്നത്. ക്രിയാറ്റിന്റെ ബോക്സിൽ പലതും കലക്കി കുടിക്കുവാണ് ഗൈസ്. ഇവനൊരു കാപാലികനാണ്. യാസിനെ ഇത് ക്രിയാറ്റിനാണോ? ക്രിയാറ്റിനാണോ? ഇത് പ്യൂർ ക്രിയേറ്റിൻ. കളവാണല്ലോ. ചുമ്മാതാണ്. ഫ്ലേവർ ഉള്ളതുകൊണ്ട് പൊട്ടത്തരം പറയാടാ. അടിക്കാൻ നോക്കിയത് കേട്ടോ. ക്രിയേറ്റിൻ ഫ്ലേവേർഡ് ഉണ്ട്. കിവി എന്താ പറഞ്ഞ 4 5 6 7 1 ready 2 okay രണ്ട് കൊള്ളാം ഓസ് അപ്പൊ ഗൈസ് ഇന്നത്തെ വർക്കൗട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ എന്റെ 27ാമത്തെ ദിവസമാണ്. സോ ഇതിപ്പോ എന്നെ ഇന്ന് ട്രെയിൻ ചെയ്തത് യാസീനാണ്. അതായത് ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ജിമ്മിന് അഡ്മിഷൻ എടുക്കുന്നത്. എന്തായിരുന്നു കോവിഡ് കഴിഞ്ഞാൽ തോന്നുന്നല്ലേ? കോവിഡ് ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് ഇപ്പൊ ഇപ്പൊ 5-6 വർഷമായി. പക്ഷേ ഇവൻ കൺസിസ്റ്റന്റ് ആയിട്ട് പോയി. ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോവും, എറണാകുളത്ത് പോവും, അല്ലെങ്കിൽ പിന്നെ കുറച്ചാൾ കോട്ടയത്തൊക്കെ അങ്ങനെ വർക്കിന്റെ കാര്യത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ ഇഞ്ചുറീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഒന്ന് അവധി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോക്ക് കുറവാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 27ാമത്തെ ദിവസമാണ്. 27 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പോയി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ബാക്ക് ഇഞ്ചുറി കാര്യങ്ങളൊക്കെ വന്നപ്പോഴും വെയിറ്റ് ട്രെയിനിങ് ചെയ്തില്ല. എന്നാൽ തന്നെ ഞാൻ ജിമ്മിൽ പോയി. അതായത് ആ ഒരു ഡിസിപ്ലിൻ നിലനിർത്തണം. അത് മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കംപ്ലീറ്റ്ലി ഞാൻ സ്റ്റക്കായി പോകും. മുടങ്ങാൻ പാടില്ല. അതെ, എൻ്റെ അടുത്ത് അവിടുത്തെ ട്രെയിനർ പറഞ്ഞൊരു കാര്യം മുടങ്ങാൻ എപ്പോഴറിയോ? പനി എന്നുള്ള അസുഖങ്ങൾ വരുമ്പോൾ. അതായത് എൻ്റെ അടുത്ത് അവിടുത്തെ ഒരു ട്രെയിനർ പറഞ്ഞൊരു കാര്യം, അതായത് നിനക്ക് തീരെ വയ്യ, വെയിറ്റ് ട്രെയിനിങ്ങോ വർക്കൗട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ജിമ്മിലൊന്ന് വിസിറ്റ് ചെയ്യാം. അതായത് ആ ഒരു ഡിസിപ്ലിൻ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ജേർണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 6 മാസം ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും ചേഞ്ച് ആവാൻ പറ്റില്ലേ? അപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അത് ഈ മാസം മുതൽ നമ്മൾ എന്തായാലും ഡയറ്റും പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അത് കാണുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ കൂടെ ഇന്ന് വീഡിയോക്കകത്തുള്ളത് അശീക. ഇവൻ ഓൾറെഡി ജിമ്മിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലേ? ആഷിക്ക് ഫിറ്റ് ആണ്. ആഷിക്കും ഇടയ്ക്ക് ജിമ്മിലൊക്കെ പോകുന്ന ആളാണ്. പിന്നെ ഈ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കും മുടക്കമാണ്. പിന്നെ നമ്മുടെ ക്യാമറമാൻ അബൂബക്കർ ഉസ്താദ്. അപ്പോ നമുക്ക് ഇത്ര നേരം വീഡിയോ ഒക്കെ എടുത്ത് തന്നെ ഇവിടെ മാറിയിരുന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ്. നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ? എല്ലാവർക്കും നന്ദി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഞങ്ങൾ നേരെ പോവാണ്, ഫുഡൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞ് വീഡിയോ അപ്പോ അതൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ചയാണ് പള്ളിയിലൊക്കെ പോകണം. അങ്ങനെയുള്ള കലാപരിപാടികളാണ്. സോ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇതുവരെയും ബൈ ബൈ.